അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യോഗ്യതയാൽ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശ്വാസത്തിൻ്റെ സേവ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കളെ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പട്ടെ. ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോണവരുണ്ട്, ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട്, വിവാഹ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട്. കർത്താവ് അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ ഇതിൻ്റെ ഉദ്യമങ്ങൾ, യാത്രകൾ, നിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ഒരു യാത്രകൾ, തീരുമാനങ്ങൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് അങ്ങയുടെ മക്കൾക്ക് ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രസൻസും അനുഭവവേദ്യമാക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ വലിയ സുവിശേഷ സാക്ഷ്യം ഉണ്ടാകാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവസിക്കട്ടെ, നിന്നെ സംരക്ഷിക്കട്ടെ. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് നിന്നെ നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള രൂഢമൂലമായ അറിവെന്ന് പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെടുത്തിയാണ് അറിയേണ്ടത്. അതാണ് ഏകസത്യമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ്. നിത്യജീവൻ പെർസ്പെക്റ്റീവിലെ
അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് അറിയണം. ഇപ്പം സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് അതിൻ്റെ കാര്യമില്ല. ഒരു മനുഷ്യ സ്നേഹിയായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് അതിൻ്റെ കാര്യമില്ല. ഒരു ലോക ഗുരുവായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് അതിൻ്റെ കാര്യമില്ല. അങ്ങനെ ഒത്തിരി പേര് ക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് ഹു ഡു യു സേ ദാറ്റ് ഐ ആം? അതാണ് വലിയ ചോദ്യമാണത്. മത്തായി 16:15 അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ ശിമയോൻ പത്രോസാണ് മറുപടി പറയണത്. എന്താ പറയണത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതാണ് സംഭവം. നീ ജീവനുള്ള ദൈവത്തിൻ്റെ, ദൈവങ്ങളെ പലതായിട്ട് തിരിക്കുകയാണ് പത്രോസ്, ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ട്. എന്താ പറയണത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ആരാണ്? മിശിഹായാണെന്ന്, രക്ഷകനാണെന്നാണ് പറയണത്. അപ്പം നിത്യതയുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ അറിയണത് നിത്യരക്ഷകനായിട്ടാണ്, നിത്യതയുടെ നമുക്ക് നേടിത്തന്ന പാപപരിഹാര ബലിയായ മിശിഹായായിട്ടാണ് അറിയണത്. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തു നേടിയത് രക്ഷ നമുക്ക് അവകാശമാകുന്നത്. അത് എന്താണ്? അടിസ്ഥാനപരമായിട്ട് എന്താണ്? പാപപരിഹാരം തന്നെയാണ് വരുന്നത്. വിശുദ്ധിയില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ബാക്കി ക്രിസ്തുവിൻ്റെ എല്ലാവർക്കും സമ്മതിക്കാൻ പറ്റും, എല്ലാം സമ്മതിക്കാൻ പറ്റും. പക്ഷെ വിശുദ്ധിയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും ബഹുപടിക്കും. കാർലോ അക്വിറ്റസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചില്ല. എന്തുകൊണ്ടാണ്? സഭയ്ക്ക് മാത്രമേ ഈ ലോകത്ത് വിശുദ്ധിയെ പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു സമൂഹത്തിലും സമുദായത്തിലും അങ്ങനെ ഒരു സംഭവം നിലവിലില്ല. ആദ്യകാലം മുതലേ നിലനിൽക്കുന്നതാണ്. വിശുദ്ധിക്ക് വേണ്ടിയാണ് സഭ. സഭയിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും സഭയുടെ അൾട്ടിമേറ്റ് ആ ലക്ഷ്യം എന്താണ്? വിശുദ്ധിയാണ്. അല്ലാതെ വേറെ സാമൂഹ്യ പ്രവർത്തനവും കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. സാംസ്കാരിക പ്രവർത്തനമൊക്കെ അതൊക്കെ അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. എണ്ണ ശുദ്ധീകരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഏവിയേഷൻ ഓയിൽ ഉണ്ടാക്കാനും ഡീസലും പെട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ ബാക്കി ബൈ പ്രോഡക്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. ഇപ്പോൾ ക്രിസ്തുവിനെ പല ആൾക്കാരും ബൈ പ്രോഡക്ട്സുകളൊക്കെ പേരിലാണ് ക്രിസ്തുവിനെ ബ്രാൻഡ് ചെയ്യണത്. ഗുരുവാണ്, സാമൂഹിക പരിഷ്കർത്താവാണ്, വിപ്ലവകാരിയാണ്, അണ്ണന്മാരങ്ങനെ പല കാര്യവും പറയും. ബേസിക്കായിട്ട് ക്രിസ്തുവാരാണ്? പാപപരിഹാരകനാണ്. എൻ്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ട്, എനിക്ക് പകരക്കാരനായിട്ട് പാപങ്ങൾ ഏറ്റെടുത്തവനാണ്. അവൻ്റെ ഏറ്റെടുപ്പിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത രക്ഷ എൻ്റെ സ്വന്തമാകുകയും ഞാൻ നിത്യത അനുഭവിക്കുകയും ചെയ്യും. റോമ 8:17 മക്കളെങ്കിൽ അവകാശികളുമാണ്. നമ്മൾ ഒന്ന് പറഞ്ഞ, നമ്മൾ മക്കളെങ്കിൽ അവകാശികളുമാണ്. അടുത്ത വരി എന്താണ്? ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്ന് പറയുന്നത് നിത്യതയാണ്. ബേസിക്കായിട്ട് ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് യോഹന്നാൻ 1:12 പറയുമ്പോൾ അതിൻ്റെ കൂടിയാണ് റോമ 8:17 കൂട്ടി വെക്കേണ്ടത്. അവിടെ കഴിവെന്നുള്ളത് അവകാശമാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി എന്ന് പറയുന്നത് വാഗ്ദാനത്തെ അവകാശമാക്കുന്ന പ്രാർത്ഥനയാണ്. 1 പത്രോസ് 3:9 അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. നമ്മൾ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായില്ലേ? അതായത് ഈ ഉടമ്പടി വഴിയാണ് അനുഗ്രഹം അവകാശമാക്കുന്നത്. അത് ചൊല്ലണ പ്രാർത്ഥനാ രീതിയല്ല, ചെയ്യുന്ന പ്രാർത്ഥനാ രീതിയാണ്. അതാണ് 1 കൊരിന്ത്യർ 15:10 എല്ലാവരെയും കൂടെ ഞാൻ അധ്വാനിച്ചു, ഞാനല്ല എന്നിലുള്ള ദൈവകൃപ. നമ്മുടെ ദൈവകൃപ എന്ന് പറയുന്നത് എന്താണ്? 2 കൊരിന്ത്യർ എഫേസ്യർ 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. കൃപ ദൈവത്തിൻ്റെ ദാനമാണ്, നേടിയെടുത്തതല്ല. അതാണ് നോട്ട് ബൈ മെറിറ്റ്. നമ്മൾ നേടിയെടുക്കാത്തത് അവകാശമാക്കുകയാണ് ഉടമ്പടിയിൽ. മനസ്സിലായില്ലേ? ഇതാണ് ഉടമ്പടിയുടെ ഒരു രീതി. നമുക്ക് ഉള്ളൊരു മെറിറ്റാണ്. ഇപ്പം നമുക്ക് 65% മാർക്ക് 70% മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ അവർ ഉപരിപഠനത്തിന് പോണില്ല. എന്താ കാര്യം? അവർക്ക് മെറിറ്റ് ഇല്ലെന്ന് അവർക്കറിയാം.
പക്ഷേ ചില ആൾക്കാർ വന്ന് സാക്ഷ്യം പറഞ്ഞ എന്ത് വിധത്തിലാണ് 65% മാർക്കുള്ള മാർക്ക് ഉന്നത വിദ്യാഭ്യാസം അഡ്മിഷൻ കിട്ടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് നേടിയെടുത്തതല്ലവരെ, മെറിറ്റിലല്ല. എഫേസ്യൻസ് 2:8 അനുസരിച്ച് കൃപയാലാണ്. അപ്പോൾ അവർ ഇപ്പോൾ അവരുടെ വിഷയം എന്താണ്? നമ്മളുടെ ഗ്രീനി പറഞ്ഞിരിക്കുന്ന 5 മാസം കൊണ്ട് കിട്ടേണ്ട COS 5 ദിവസം കൊണ്ട് കിട്ടിയതിനെക്കുറിച്ച് അവിടെ കാറാണല്ലോ മാതാവ് തിരിച്ചു വിട്ടത്. ഗൂഗിള് പ്രോഗ്രാം ചെയ്ത് വെച്ച് മൂവാറ്റുപുഴ വഴി പോകേണ്ട സംഭവത്തെ മാതാവ് റീപ്രോഗ്രാം ചെയ്തിട്ട് ആലപ്പുഴ വഴി ആക്കി. അപ്പോഴവർ അത് മനസ്സിലാക്കി, അമ്മ ഞങ്ങളെ വിളിക്കണമെന്ന് മനസ്സിലാക്കി. എങ്കിലും അമ്മയെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ആ ഷോർട്ട് ചെയ്തിരിക്കുന്നത്, ടൈം ഷോർട്ട് ചെയ്തിരിക്കുന്നത്. 5 മാസത്തെ COS 5 ദിവസം കൊണ്ട് വരുന്നത് ടൈം ഷോട്ടിങ്ങാണ്. ഈ ടൈം ഷോട്ട് സംഭവിക്കുന്നത് നോട്ട് ബൈ മെറിറ്റാണ്, മെറിറ്റ് അനുസരിച്ചല്ല, പിന്നെ എന്താണ്? ബട്ട് ബൈ ഗ്രേസാണ്. ഇത് അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. ഈ മെറിറ്റെന്ന് വെച്ചാൽ മെറിറ്റിലല്ലാതെ നമ്മുടെ ഗ്രേസിലാണ് ദൈവം വർക്ക് ചെയ്യണമെന്നുള്ളതിന് നമുക്ക് വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനമുള്ളത് 61:2 അന്ന് അത്. പക്ഷേ ഗ്രീനി അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അവിടെ സാക്ഷ്യം കുറച്ച് എഡ്യൂക്കേറ്റഡ് സാക്ഷ്യമാണ്. കാര്യം അവർ പറയുന്നത് എന്താണ്? ഈ COS 5 ദിവസത്തിനുള്ളിൽ കിട്ടുമ്പോഴേ ഇത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അവർ പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. അത് സങ്കീർത്തനം 61 61:2 വായിച്ച്. സങ്കീർത്തനം 61:2 ശ്രുതിക്കട്ടെ. ഹൃദയം തകർന്ന അവസ്ഥയിൽ ഒന്ന് പറഞ്ഞേ. ഹൃദയം തകർന്ന അവസ്ഥയിൽ ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ മുമ്പിലാണ് ഇരിക്കണമെന്ന് ഓർമ്മ വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത അവസ്ഥകൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞു തരാം. ഹൃദയം തകർന്ന അവസ്ഥയിൽ സങ്കീർത്തനം 21:2 ഹൃദയം തകർന്ന അവസ്ഥയിൽ ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വിളിച്ചപേക്ഷിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ അണ്ടാർട്ടിക്ക അതല്ല ഉദ്ദേശിക്കുന്നത്. നിന്റെ നടപ്പിൻ്റെ വഴി തീർന്നിരിക്കുക. ഇനി നടക്കാൻ വഴിയില്ല നിനക്ക്. ഇനി കൈ നീട്ടാൻ ആളില്ലെന്ന് പറയത്തില്ല. ജപ്തി ചെയ്യണമെന്നിരിക്കണം. അച്ഛാ, ഇനി കൈ നീട്ടാൻ ആളില്ല, എൻ്റെ ഭൂമിയുടെ അതിർത്തി ഞാൻ എത്തിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ക്യാൻസർ 4th സ്റ്റേജാണ്. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞില്ലേ? ആ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ ആ ചേട്ടൻ അവളുടെ ഭാര്യയുടെ അനിയത്തിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ, നീ എന്നെ വന്ന് എന്നെ കാണുന്നില്ലേ? എല്ലാവരും വന്ന് എന്നെ കാണുന്നല്ലോ. കൊച്ചാ, ഞാൻ വരുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ മാതാവിനെയും കൊണ്ടേ വരത്തുള്ളൂ. കാര്യം എന്താണ്? ആ മനുഷ്യൻ ഭൂമിയുടെ അതിർത്തി നിൽക്കുകയാണ്. അയാളുടെ ഭൂമിയുടെ അതിർത്തി നിൽക്കുകയാണ്. അയാൾക്ക് ഇനി അടുത്ത ചുവടിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകും. അതുകൊണ്ട് അതാണ് സങ്കീർത്തനം പറയണത്. എന്താണ്? ഇവൾ ചെന്ന് ഉടമ്പടി തൈലം തേച്ച് ഉടനെ ഈ മനുഷ്യൻ ചിരിക്കാൻ തുടങ്ങും. പിറ്റേ ദിവസം ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ പറയും, ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നിനക്കിനി കൈ നീട്ടാൻ ആളില്ല, നിനക്കിനി കാലെടുത്ത് വെക്കാൻ ഇടമില്ല. അതാണ് സങ്കീർത്തനം 61. ഇതാണ് അന്ന് ഈ ഗ്രീനി പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ ഒരു കൊട്ടച്ചിത വചനങ്ങൾ. എന്താണത്? സങ്കീർത്തനം 61:2 ഒന്ന് പറഞ്ഞ. ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. എന്താണ്? എനിക്ക് മെറിറ്റില്ലാത്ത സ്ഥലത്തെ, അതാണ് പ്രശ്നമല്ല. അതിനെ പറഞ്ഞത് എനിക്ക് സങ്കീർത്തനം 61:2 എനിക്ക് അപ്രാപ്യമായ പാറയിൽ ഒന്ന് പറഞ്ഞേ. എനിക്ക് അപ്രാപ്യമായ എന്നെ കയറ്റി നിർത്തണമേ. അപ്പൊ ദൈവത്തിന്റെ പണി എന്താണ്? നമുക്ക് മെറിറ്റില്ലാത്ത സ്ഥലത്ത് നമ്മളെ കൈ തന്ന് ഉയർത്തി നിർത്തും. കൈ അടിച്ച് കർത്താൻ. ഉത്കണ്ഠ, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമം വ്യക്തികളുണ്ടാക്കിയാകാം. ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യമാകാം. ന്യായമായി നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻ തടഞ്ഞു വെച്ചതാകാം. അല്ലെങ്കിൽ നമുക്ക് തരേണ്ട ലീവ് തരാത്തതാകാം. അല്ലെങ്കിൽ നമുക്ക് തരേണ്ട ലോൺ തരാത്തതാകാം. ഇങ്ങനെ ഒത്തിരിയേറെ ആൾക്കാർ ചില സമയത്തൊക്കെ നമ്മളെ അവഗണിക്കുകയോ നമ്മുടെ കാര്യങ്ങൾ നടത്താതിരിക്കുമ്പോൾ ഉത്കണ്ഠ നമുക്കുണ്ടാകും. പക്ഷേ ഉത്കണ്ഠ എന്ന് പറയുന്ന വാക്ക് ബൈബിൾ പറയുന്ന വാക്കാണ്. എന്താണ്? കർത്താവ് അടുത്തെത്തിയിരിക്കുന്ന. ദിസ് ഇസ് ദ പ്രസൻസ്. ഇതാണ് സംഭവം. അപ്പോൾ ഈ അടുത്തെത്തിയിരിക്കുന്ന കർത്താവിനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിയണം. ഈ അറിഞ്ഞുകൊണ്ട് ആ കൃപയിൽ നിലനിൽക്കാനും വർദ്ധിക്കാനും വേണ്ടിയാണ് നമ്മുടെ ഗ്രേസ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി, വരപ്രസാദത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ വേണ്ടി 35 മെറിറ്റാണെങ്കിൽ 65ലേക്ക് ഗ്രേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടിയിൽ അവൻ പറയണ പോലെ ചെയ്യണത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെൻ്റെ അടുത്ത് വന്നു. നിങ്ങൾ ലോകം മുഴുവനും പോകുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, കർത്താവിനറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഇതെല്ലാ ശുശ്രൂഷകളും ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് എന്താണ്? കർത്താവിൻ്റെ സാന്നിധ്യമാണ്. പിന്നെ ആരാണ് ചെയ്യണത്? പിന്നെ നമ്മളല്ല ചെയ്യണത്. അതാണ് 14:10 എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക്, അതായത് പിന്നീട് നമ്മളായിരിക്കത്തില്ല ചെയ്യണത്.
അതുകൊണ്ടാണ് ഇപ്പോൾ അതുൽ ജോർജിൻ്റെ സാക്ഷ്യങ്ങൾ എന്താ, അതുൽ ജോർജിന് അവസാനം 54 പോയിൻ്റാണ് എല്ലാം കൂടി കിട്ടിയത്. 7.5 ലക്ഷം അയച്ചു കൊടുത്തിട്ട് ഈ 54 പോയിൻ്റ് 100 പോയിൻ്റ് ആകാത്ത വിസ അവിടുന്ന് സെൻഡ് ആകത്തില്ല. അവൻ എന്താ ചെയ്യണത്? പിന്നീട് ഉടനെ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇടും. അവനെല്ലാ ശുശ്രൂഷകളിലേക്കും ലിങ്ക് ചെയ്യണേ. അമ്മയെ തന്നെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ആദ്യം ഓൺലൈൻ ഉടമ്പടി, പിന്നെ തീർത്ഥാടന ഉടമ്പടി, പിന്നെ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ്. ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വിശ്വാസമാണ്. കാര്യം എന്താണ്? 30 കൊല്ലത്തോളം കൃപാസനം നടത്തിയ, കടലിലും കരയിലും നടത്തിയ കോടിക്കണക്കിന് പ്രാർത്ഥനകളുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും ആസ്തിയാണ് ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിൻ്റെ ബേസിൽ കിടക്കുന്നത്. അവിടെ നിങ്ങൾ ചുമ്മാ റിക്വസ്റ്റ് ചെയ്താൽ മതി. ഞങ്ങളറിയാതെ തന്നെ ദൈവം ഞങ്ങളിലൂടെ പ്രവർത്തിച്ച 30 കൊല്ലത്തെ കൃപകളിൽ നിന്ന്, പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതാണ് ലൈറ്റക്കാൻ്റെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യണത്? ലൈറ്റക്കാൻ്റെ റിക്വസ്റ്റോട് കൂടി ഞാൻ നോക്കുമ്പോൾ ഉടനെ 67 പോയിൻ്റായി. എവിടെ നിന്നൊന്നും അവനെ അറിയാൻ പാടില്ല. പിന്നെ നോക്കുമ്പോൾ 75 പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് 100 വിസ അവിടുന്ന് വന്നു. ഇത്രയും സ്പീഡാണ്. ഞങ്ങൾ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ ചിലർ ചോദിക്കുമ്പോൾ ലൈറ്റക്കാൻ്റെ റിക്വസ്റ്റ് ഇടുക, അത് നമ്മൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ റിക്വസ്റ്റ് ഇടുന്നതോടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുക. നിങ്ങൾ ആദ്യം അത് ബേസിക് എന്താണ്? ഞാൻ ആദ്യമേ അമ്മ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്ന് പറയണത് ഇവിടെ മധ്യസ്ഥപ്രവർത്തനം നടത്തുന്നത് മാത്രമല്ല, മറിച്ച് 30 കൊല്ലം 1.5 ലക്ഷം ആൾക്കാരെ കൊണ്ടല്ലേ ജോമാര റാലി നടത്തുന്നത്. 2-10-20 കിലോമീറ്റർ അങ്ങനെ എത്ര വർഷമായി നടത്തുന്നതാണ്. ഇവിടെ തന്നെ 1 വർഷം മുഴുവനും രാത്രിയും പകലും ജപമാല നടന്ന സ്ഥലമാണ്. ഇങ്ങനെ മാറി മാറി ജപമാല ഗ്രൂപ്പുകൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയ സ്ഥലം. കടലിലും കരയിലും പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതാണ്. അതിൻ്റെയൊക്കെ ഇങ്ങനെ ദൈവമായിട്ട് ജീവനെ പോലെ ദൈവത്തിൻ്റെ ഒക്കെ നിഴലുപറ്റി ഇങ്ങനെ നടന്നിട്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ പ്രത്യക്ഷൻ്റെ ഭാഗമായിട്ടല്ലേ നമുക്ക് പിന്നീട് ഉടമ്പടി തന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ നിങ്ങളിവിടെ ഇരിക്കണത്. ഇത് ഒറ്റടിക്ക് സംഭവിച്ചതല്ലല്ലോ, 36 കൊല്ലത്തിനുള്ളിൽ പ്രോസസ്സ് ബൈ പ്രോസസ്സ് സംഭവിച്ചതാണ്. അപ്പം ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലേ അനുഭവിക്കാത്ത ഒരു കാര്യം പറഞ്ഞു തരുന്നിട്ടില്ല. അതായത് പുസ്തകം വായിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ തൊട്ട കണ്ട കേട്ട ദൈവം അത് നിങ്ങൾക്ക് പാസ് ചെയ്ത് തരികയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഷാർപ്പായിട്ട് അതുപോലെ തന്നെ അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അഭിഷേക രൂപങ്ങളായി മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഇപ്പോഴ് അൽത്താരയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന കർത്താവിൻ്റെ ഒരു ചിന്ത, ഈശോ തന്ന ചിന്തയാണെന്ന് ഞാനത് കരുതുകയാണ്. അതായത് നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരാണ് പലരും. ഇതിൽ മുടങ്ങാതെ കുടുംബപ്രാർത്ഥന നടത്തുന്നവരും കുറേ നല്ല ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് അരൂപി പ്രാപിച്ചവർ ഇതിലുണ്ടെന്നാണ് ഒരു സൂചന. വ്യക്തിപരമായിട്ടും പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനങ്ങളിൽ പങ്കെടുക്കുന്നവരും ഒക്കെയാണ്. നിങ്ങളെക്കുറിച്ച് പലർക്കും നല്ല സ്പിരിച്വൽ അസസ്മെൻ്റ് ഉണ്ട്. നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നാണ് ഈശോ പറയണത്. നല്ല അസസ്മെൻ്റ് ഉണ്ടെന്ന്. പക്ഷേ വെൻ വി കം ടു ദി കവനൻറ്റ് പ്രേയർ, നമ്മൾ ഒരു കവനൻ്റ് പ്രേയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡിസ്പോസിഷൻ വേണ്ടത് നിങ്ങൾ 0യിൽ നിന്ന് തുടങ്ങണ പോലെ തുടങ്ങണം. catch me, 0യിൽ നിന്ന് ഡിവൈഡ് ഓഫ് യുവർ മെറിറ്റ്സ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ബേസിക്കായിട്ട് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സ്പിരിച്വൽ കപ്പാസിറ്റി അതൊരു മെറിറ്റായിട്ട് വരും, യോഗ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈശോയോട് ഒരു രാജിക്ക് തയ്യാറാകണം. കർത്താവേ, ആസ് യു നോ, നിനക്കറിയാവുന്ന പോലെ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്, ഞാൻ നീയുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി ജോലി ചെയ്യുന്നയാളാണ്, നിൻ്റെ പ്രതി നിൻ്റെ ജീവിതത്തെ നിൻ്റെ വചനം അനുസരിച്ചൊക്കെ ജീവിക്കാൻ വേണ്ടി എന്നോട് തന്നെ മൽപ്പിടുത്തം നടത്തുന്നയാളാണ്. ദാറ്റ്സ് ഓക്കെ. ബട്ട് നൗ ഇപ്പോൾ മുതൽ ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് വരികയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഡിഫറെൻറ്റ് തിങ്. ഇതൊരു ഡിഫറെൻറ്റ് തിങ്ങാണ്. നമ്മൾ മറ്റ് ഏതെങ്കിലും ഇന്നുവരെ നമുക്ക് പരിചിതമായ പ്രാർത്ഥനാ രീതികളുമായിട്ട് ഇതിന് എസെൻഷ്യൽ റിലേഷൻസ് ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മുൻവിധികളുണ്ടെങ്കിൽ അതിനോട് രാജി പറഞ്ഞിട്ട് നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. തുടങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നമുക്കറിയാം ദൈവം എപ്പോഴും കൊതിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഈ കവനൻ്റ് എന്ന് പറയണത്. ഞാനീ പട്ടമൊക്കെ ആഘോഷിക്കുന്ന കാര്യം, പട്ടത്തെ ഞാനൊരു കവനൻ്റായിട്ട് ആദ്യം മുതലേ കണ്ടതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഉടുപ്പൊന്നും മാറ്റത്തില്ല, സാധാരണഗതിയിൽ സ്വഭാവസ്ത്രം മാറ്റത്തില്ല.
ഇൻ കേസ് സാഹിത്യ അക്കാദമി പഠിക്കാൻ പോയപ്പോൾ അവിടുത്തെ ക്ലോസറ്റ്സ് ലാട്രിനൊക്കെ അത്ര ഗുണമുള്ളതല്ലാത്ത കൊണ്ട് അപ്പോൾ മാത്രമാണ് ഞാൻ പിന്നെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കിടക്കാൻ നേരത്ത് ചില സമയത്ത് ഉടുപ്പിട്ടൊക്കെ തന്നെ കിടക്കും. അവിടുത്തെ സിറ്റുവേഷൻസ് മോശമാണെങ്കിൽ ഞാൻ പാൻസിട്ട് ആണ് ചിലപ്പോൾ ട്രെയിനിൽ കിടക്കുന്നത്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സഭാവസ്ത്രം വാങ്ങിക്കുന്ന മുമ്പ് ഞാൻ ഈശോയുമായിട്ടൊരു എഗ്രിമെൻറ്റ് ചെയ്തായിരുന്നു. 2 എഗ്രിമെൻറ്റ് ചെയ്തായിരുന്നു. ഒന്ന്, മെത്രാനച്ഛൻ എന്നാ പറഞ്ഞാലും മോതിരം കുത്തി പോരുകയുള്ളൂ, അതിനെതിരെ ഒരു വാക്ക് സംസാരിക്കത്തില്ലെന്ന് കവനൻ്റ് പറഞ്ഞായിരുന്നു സഭ. അതാണ് കർത്താവ് എന്നെ ഇത്രയും അനുഗ്രഹിച്ചതിൻ്റെ ഒരു കാരണം. മെത്രാനച്ഛനെ അത് ഞാൻ ഡീക്കനായപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു നോട്ടാണ്. അപ്പോസ്റ്റൽ എന്നാ പറഞ്ഞാലും നീ കേട്ടാൽ മതിയെന്ന്. അപ്പോൾ അപ്പോസ്റ്റൽ എന്നാ പറഞ്ഞാലും ഞാൻ കേൾക്കുക മാത്രമേ ഉള്ളൂ. അത് കാരണം ഭയങ്കര ദുരിതം പിടിച്ച ഇടവകയിലൊക്കെ എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എനിക്ക് വെച്ച് തട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു അക്ഷരം പോകാൻ പറ്റത്തില്ലെന്ന്, അത് ബുദ്ധിമുട്ടാണെന്ന് പറയത്തില്ല. ഇറ്റ്സ് എ കവനൻറ്റ്. നമ്മുടെ റിലേഷൻ ദൈവമായിട്ടുള്ളത് ഒരു ഉടമ്പടിയാണ്. നമ്മൾക്ക് ഉടമ്പടിയോട് വരുന്നത്, എൻ്റെ മക്കളൊരു വിശ്വസ്തത. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചേ. കർത്താവായ ഈശോയെ, ഞങ്ങൾ ആയിരിക്കുന്ന ഉടമ്പടിയിലെ അങ്ങയോട് അങ്ങയുടെ കൃപാവരത്താൽ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശ്വസ്തത പാലിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴ് നമ്മൾ പഴയ നിയമങ്ങൾക്കുള്ള വാഗ്ദാനം എന്താണ്? അതായത് പഴയ നിയമങ്ങളിലെല്ലാം ദൈവം ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വ്യക്തികളുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. ക്ലിയർ അല്ലേ? ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വ്യക്തികളുമായിട്ട് ഉടമ്പടി ചെയ്യാം. അപ്പോൾ ഒരു വീണ്ടെടുപ്പ് വിഷയം വരുമ്പോൾ വില്ലനായിട്ട് വരുന്ന 2 കണ്ടൻറ്റുകളുണ്ട്. ഒന്ന് സ്പേസും രണ്ടാമത്തെ ടൈമുമാണ്. വീണ്ടെടുപ്പ് വരുമ്പോൾ, ഒരു സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പ് വരുമ്പോൾ വില്ലനായിട്ട് വരുന്ന 2 കണ്ടൻറ്റ്. ഇപ്പോൾ നിങ്ങളുടെ തന്നെ പ്രശ്നം, നിങ്ങളുടെ തന്നെ വീണ്ടെടുപ്പ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പാകോടമ്പടി, നിങ്ങളുടെ ജപ്തി നടപടി, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ നിങ്ങളുടെ ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസ് പ്രോബ്ലംസ്, ഒരു വ്യക്തിയുടെ വീണ്ടെടുപ്പുമായിട്ട് വരുന്ന ഒരു ദൈവം ആ ഉദ്യമത്തിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ ദൈവത്തിന് കൺഫ്രണ്ട് ചെയ്യേണ്ട 2 എൻറ്റിറ്റീസ് ഉണ്ട്. ഒന്ന് പ്ലേസും ഒന്ന് ടൈമുമാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരു മനുഷ്യനെ വീണ്ടെടുക്കാൻ പാടായിരിക്കും. പഴയ നിയമത്തിലൊക്കെ ദൈവം കൂടുതൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് സ്ഥലമാണ്. സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിക്കും, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം ദൈവം അവർക്ക് കൊടുക്കും. സ്ഥലത്തെ നിൽക്കുന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം കൊടുക്കുക. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. എന്ന് വെച്ചാൽ, എന്തിനാണ് നിങ്ങൾ വിശുദ്ധീകരിക്കുന്നത്? എന്തിനാണ് നീ എപ്പോൾ തന്നെ മോസസിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ എബ്രാഹത്തിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പോരാൻ പറഞ്ഞു. സ്ഥലം ക്ലിയർ അല്ലേ? മോസസിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം നീ നല്ല സ്ഥലത്താണ് വന്ന് എത്തിയിരിക്കണത്. അത് ഇടിയുണ്ടാക്കി പോകുന്നതാണല്ലോ. ചില സമയത്ത് നമ്മൾ ഇടിയുണ്ടാക്കി കഴിയുമ്പോൾ ദൈവം തന്നെ ഇടിയുണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല സ്ഥലത്തേക്ക് കൊണ്ട്. അപ്പോൾ ഒരു വഴക്കുണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നല്ല സ്ഥലത്ത് ചേട്ടാനിയുമായിട്ടൊരു കൊളീഷൻ ഉണ്ടായി, അതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നാത്തുമായിട്ടൊരു പോരുണ്ടായി, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ ചിലപ്പോൾ അമ്മായിയും മരുമകളും തമ്മിൽ ഗുസ്തി ഉണ്ടായി, വിഷമിക്കേണ്ട. പക്ഷേ ആ ഒരു ഗുസ്തിയിലൂടെ ചിലപ്പോൾ ദൈവം നിങ്ങളെ നല്ല സ്ഥലത്തേക്ക്, വിശുദ്ധമായ സ്ഥലത്തേക്ക്, നിനക്ക് വളർന്ന് തഴച്ച് വളരാൻ പറ്റിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കും. ഇറ്റ്സ് എ ഷിഫ്റ്റിംഗ് ടൈം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ പറ്റി അയ്യോ അങ്ങനെ ഉണ്ടായില്ല, അമ്മയോട് അങ്ങനെ പറഞ്ഞില്ല, ചേട്ടനോട് അങ്ങനെ പറഞ്ഞില്ല, നാട്ടുകാരുടെ ഉപരി ഇങ്ങനെ എളിഭനായില്ല, ഇങ്ങനെ ഒന്നും പഴയ കാര്യങ്ങളെ ഓർത്ത് ഒന്നും സങ്കടപ്പെടേണ്ട ഒരു കഥയുമില്ല. കർത്താവ് എന്തോ തീരുമാനിച്ചിട്ടാണ് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് എങ്ങനെയും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോസസ് ഒരു ഇടി ഉണ്ടാക്കിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. ആരോട് ഇടി ഉണ്ടാക്കിയത്? ഒരു ഈജിപ്ഷ്യനുമായിട്ട് ഇടി ഉണ്ടാക്കി അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 2:11-12. പുറപ്പാട് 2:11-12. പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. അടിയുണ്ടായി. ഈജിപ്തുകാരൻ
ഒരു യഹൂദനെ അടിക്കണത് കണ്ട് മോസസ് നേരിട്ട് കണ്ടു. അവൻ ചുറ്റും നോക്കി മോസസിന്റെ രക്തം തിളച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ ചുറ്റും നോക്കി, ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു. ഇതോടുകൂടി പ്രശ്നമായിപ്പോയി. ഒരു പ്രശ്നം, ഒരു വ്യക്തി ഒരു അവിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിങ് നോക്കണം. നിങ്ങളുടെ വീട്ടിലൊരു കലഹം ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്ഥലം ചിലപ്പോൾ ദൈവം വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ പുറത്തോട്ട് സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ പരാകുകയല്ല വേണ്ടത്. കർത്താവ് ഇതിനേക്കാൾ എന്തോ നല്ലത് എനിക്ക് തരാൻ പോകുന്നു. ചില സൂചന അത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും മാറി താമസിച്ചിരിക്കണം. എല്ലാം ഈ ഒരു അവസ്ഥയിലാണ്. എല്ലാവരും നല്ല മനസ്സോടുകൂടിയൊന്നും ഒരിക്കലും ആരും മാറി താമസിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാനാണ് ഈ ഇടയ്ക്ക് 10,700 വീടുകൾ ഞാൻ പാല് കാച്ചിട്ടുണ്ട്. ഒക്കെ പാല് കാച്ചാൻ വേണ്ടി ചെല്ലുമ്പോൾ പല ആൾക്കാരും അവിടെ കാണാനില്ല. എന്താണ്? മരുമകളും അവളുടെ അമ്മയും ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെറുക്കൻ്റെ അമ്മ എന്തി, ഭർത്താവിൻ്റെ അമ്മ എന്തി? അമ്മയെ വിളിച്ച് വന്നില്ലെന്ന് പറയും. ഞാൻ പറയും വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഞാനിവിടെ അവർ വന്നിട്ട് മാത്രമേ ഞാനിത് പാല് കാച്ചുള്ളൂ എന്ന് പറയും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്യൂട്ടിയാണത്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോൾ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവരെന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആകണം. മനസ്സിലായില്ലേ? വിഷയത്തിൽ എപ്പോഴും എന്താ ചെയ്യണം? സൈലൻ്റ് ആകണം. ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇളകി മറിയുന്ന ആൾക്കാരായി മാറരുത്. ഇപ്പോൾ അവരങ്ങനെയാണ്, എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഞാനിപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അത്തരം സംസാരിച്ചത് ഭാഗം ഇനി ഏത് കാലത്ത് ക്ഷമ പറഞ്ഞ് അവർ ഏൽക്കുക. ഇങ്ങനെ നമ്മൾ തന്നെ ഇളകി മറിയും. നമ്മളിതിന് മറ്റുള്ളവരെയും കൂടി ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ കുഴഞ്ഞു മറിയും. കുഴഞ്ഞ ചേത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് ബൈബിൾ ആഗ്രഹിക്കുന്നുണ്ട്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ ഈ മനസ്സിൽ ഇങ്ങനെ ഇളക്കമില്ലേ എപ്പോഴും? എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിരാശ, സങ്കടം, അയ്യോ അങ്ങനെ സംഭവിച്ചല്ല, അമ്മയോട് അങ്ങനെ പറയേണ്ടി വന്നല്ല, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നല്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഇളക്കം വരത്തില്ലേ? നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കുഴഞ്ഞ മനസ്സിലായിരിക്കും. നമുക്ക് ഉറക്കമില്ല, സ്വസ്ഥതയില്ല. അപ്പോൾ ഒരു ബൈബിൾ ഇതിനെ കുഴഞ്ഞ ചേറെന്നാണ് പറയുന്നത്. കുഴഞ്ഞ ചേറിൽ നിന്ന് ബൈബിൾ ഷിഫ്റ്റ് ചെയ്യണം. എങ്ങോട്ടാണെന്ന് അറിയാമോ? പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ബൈബിളിൻ്റെ രീതി. കുഴഞ്ഞ ചേറായിരിക്കും. കുഴഞ്ഞ ചേറാണ് നിൻ്റെ മനസ്സിങ്ങനെ തെറ്റ് ചെയ്തു പോയ തെറ്റിനെ ഓർത്തിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ്. നിരാശയും സങ്കടവും കുറ്റബോധവും എല്ലാമായിട്ട്, ചിലപ്പോൾ വൈരാഗ്യവും, ചിലപ്പോൾ പകയും പ്രതികാരവും. അപ്പോൾ ഇതിന് ബൈബിൾ വിളിക്കണ പേര് കുഴഞ്ഞ ചേറെന്നാണ് വിളിക്കണത്. ഇനി ഈ കുഴഞ്ഞ ചേറ്റ് വെച്ച് ദൈവം ഒന്നും ചെയ്യത്തില്ല. ക്ലിയറാണ്. കുഴഞ്ഞ ചേറ്റിൽ ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവം പറഞ്ഞ് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും. ദൈവം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് സങ്കീർത്തനം പറയണത്. സങ്കീർത്തനം 42. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 42. സങ്കീർത്തനം 42. ഭീകരമായ ഗർത്തത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കയറ്റി. എവിടെ കയറ്റി എന്ന് പറഞ്ഞോളൂ. അടുത്ത വചനം വായിച്ചോളൂ. എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പുകൾ സുരക്ഷിതമാക്കി. അപ്പൊ നേരത്തെ കാൽവയ്പുകൾ സുരക്ഷിതമല്ലായിരുന്നു. അതാണ് വിഷയം. അപ്പോൾ ദൈവം ഒരു ഷിഫ്റ്റിംഗ് നടത്തും. ചില സമയത്ത് മോസസിനെ ഷിഫ്റ്റ് ചെയ്യണം. കണ്ടില്ലേ? മോസസ് നിൽക്കുന്ന സ്ഥലത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ എൻ്റെ സഹോദരന്മാരെ കാണാൻ പോയി. സഹോദരന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ സമൂഹത്തെ കാണാൻ പോയതാണ്. കണ്ടപ്പോൾ അവന് സങ്കടം വന്ന്. കാര്യം എന്താണ്? വൈക്കോലും വേണ്ട സംഭവങ്ങളൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ ഇഷ്ടികയുടെ എണ്ണം പറവ് കുറക്കണില്ല. അപ്പോൾ കുറഞ്ഞ റിസോഴ്സ് കൊണ്ട്, വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ അവരടിയും മേടിക്കുന്നുണ്ട്. അങ്ങനെ അവസ്ഥ ഈജിപ്തുകാരനോട് മോസസിന് വെറുപ്പായി. ഈജിപ്തുകാരുടെ മൊത്തമുള്ള വെറുപ്പാണ് ഒരു ഈജിപ്തുകാരനെ കിട്ടിയപ്പോൾ അവനെ പിടിച്ച് കൊന്ന് മണ്ണിൽ പൊത്തി കളഞ്ഞത്. പക്ഷെ ഉടനെ ദൈവം ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇവനെ ഷിഫ്റ്റ് ചെയ്യണം കാണാം, അവിശുദ്ധമായ സ്ഥലത്ത് നിന്ന്. അപ്പം നമ്മളെ അവിശുദ്ധമായ സ്ഥലത്ത് വീണ്ടും നിന്നാൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. യു മസ്റ്റ് ബി ഷിഫ്റ്റഡ്. അത് നിങ്ങൾ പറയണം, കർത്താവേ എന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയണം. നിങ്ങളുടെ മാനസികാവസ്ഥയാകാം, പെരുമാറ്റ രീതികളാകാം. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുഴഞ്ഞ ചേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുഴഞ്ഞ ചേറ്റിൽ നിന്നാൽ ഉടനെ നിങ്ങൾക്ക് കിട്ടാനുള്ള വാഗ്ദാനം എന്താണ്? നിങ്ങളെ പാറയ്ക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്യും. അതാണ് വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും ഷിഫ്റ്റിങ് ഒരു പ്രധാനപ്പെട്ട ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട രീതി. ഇപ്പോൾ പഴയ നിയമത്തിൽ എന്ന് പറയുന്നത് സ്ഥലമാണ് അഡ്രസ്സ് ചെയ്യണത്. ഇപ്പോൾ മോസസിനോടും ഇപ്പോൾ എബ്രാഹും അങ്ങനെ ചെയ്തത്. എബ്രാഹത്തിനും അതാണ് സംഭവിച്ചത്. അങ്ങേരും ഇതുപോലെ കുഴഞ്ഞ ചേറ്റി കിടക്കിയിരുന്നു. വിഗ്രഹാരാധനയും ദൈവത്തിനെ അറിയാത്ത ആൾക്കാരും പലതരത്തിലുള്ള പാപമാലിന്യങ്ങളിൽ പെട്ട മനുഷ്യരും അങ്ങനെ കുഴഞ്ഞ ഒരു ചേറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എബ്രാഹത്തിന് ദൈവം ഷിഫ്റ്റ് ചെയ്യും.
ഹാരാനിൽ നിന്ന് വിളിച്ചോട്ട് പോരും, കാനാൻ ദേശത്തേക്ക് വിളിച്ചോട്ട് പോരും. അപ്പോൾ ദൈവം ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നമ്മുടെ ഒരു അവകാശമാണ്. മനസ്സിലായ? സങ്കടപ്പെടുന്ന എല്ലാവരുടെയും അവകാശമാണ് സങ്കേതമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സുരക്ഷിത സങ്കേതം. സങ്കടപ്പെടുന്ന എല്ലാവരുടെയും അവകാശമാണ് സുരക്ഷിതമായ സങ്കേതം. അത് അവരുടെ നമ്മുടെ റൈറ്റാണ്. പക്ഷേ ഇത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഒരു സുരക്ഷിത സങ്കേതം? ബൈബിളിൽ തന്നെ ദൈവത്തെ വിളിക്കണത് സുരക്ഷിത സങ്കേതമെന്നാണ് വിളിക്കണത്. കർത്താവിൻ്റെ സങ്കേതവും പാറയും കോട്ടയുമാണ്.